ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, അനുഗ്രഹ കിരണം ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പണം ചെയ്യുന്നു. വിവിധങ്ങളായ നിയോഗങ്ങളും പ്രാർത്ഥനകളുമായിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിലിരിക്കുന്ന ഓരോരുത്തരെയും പൊരുതമ്പുരാനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അവിടുത്തെ വചനം ശ്രവിക്കുന്ന വചനം ജീവിതത്തെ പ്രായോഗികമാക്കുവാൻ, യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ആവശ്യമായിരിക്കുന്ന കൃപകളും വരങ്ങളും നൽകി നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയിൽ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്ന കർത്താവിൻ്റെ കോർ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ, ഒരു കാഴ്ചയും കാഴ്ചപ്പാട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക്, ഒരു ഉയർന്ന ചിന്തയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നാം വായിക്കുന്നു, അവിടെ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവിടുത്തെ മുഖം പ്രകാശിതമായി, വസ്ത്രം ധവളിമായി ഉള്ളതായി തീർന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ വലിയ ദൈവാനുഭവങ്ങൾ കിട്ടുകയാണ് അവർക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കാഴ്ച കണ്ട് അവർ ഭയവിഹലരായി അവർ കവിഴ്ന്നു വീണു. അവരെ പോയി തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുവിൻ. അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിനെ മാത്രമേ കണ്ടു. യേശുവിനെ മാത്രമേ അവർ കണ്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും യേശുവിനെ നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവന്റെ ദൈവവിളിയാണ്, ജീവിതധർമ്മമാണ്. അതുകൊണ്ടാണ് വചനത്തെ നാം വായിക്കുന്നത്. 63-ാം സങ്കീർത്തനം 1-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവത്തിനായൊരു വിശപ്പും ദൈവത്തിനായൊരു ദാഹവും നമുക്ക് വേണം. അത് ഏത് ജീവിതത്തിലാണെങ്കിലും, ഏത് മതസമൂഹം വിഭാഗമാണെങ്കിലും ദൈവത്തിനായി ദാഹിക്കുകയും ദൈവത്തിനായി വിശക്കുകയും ചെയ്യുന്നവരെ ഉയർന്ന മലയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്, ഉയർന്ന ചിന്തകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്, ഉയർന്ന ജീവിത വ്യാപാരങ്ങളിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്ത് നിത്യാനന്ദം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യനെയും ദൈവം രൂപം കൊടുത്തത്. അതുകൊണ്ട് ദൈവത്തിനായി ദാഹമുള്ളൊരു ഹൃദയം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ, എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും, എത്രമാത്രം കഷ്ടപ്പാടുണ്ടായാലും, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും എനിക്ക് ദൈവം മതി, തമ്പുരാൻ മതി എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് അവന്റെ ജീവിതം സന്തോഷദായകമായി തീരുന്നത്. അങ്ങനെ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ അത്യന്തം വിനീതരായി നിൽക്കണം. നമ്മൾ അത്യന്തം വിനീതരായി നിൽക്കുമ്പോൾ ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധികളും നാം ഇന്ന് എടുത്തു മാറ്റുവാൻ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും. നാം വായിക്കുന്നു, സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഇനിമേൽ നീ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിന്റെ കരം ദുർബലമാകാതിരിക്കട്ടെ. നിന്നെ കുറിച്ച് അവിടുന്ന് അതിയായി സന്തോഷിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരും നോക്കിക്കൊണ്ടാണ് ദൈവമായ കഥ പറഞ്ഞത്, നിന്റെ അനർത്ഥം നീ ഭയപ്പെടേണ്ട, നിന്റെ ജീവിത ദുഃഖങ്ങളെ കുറിച്ച് നീ ഭയപ്പെടേണ്ട.
അലറി വരുന്ന ശത്രുക്കളെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. രോഗപീഠകളെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. നിന്റെ കടക്കടികളെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. ഈ കാലവർഷക്കെടുതിയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ ഭവനം നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ കൃഷി നശിച്ചു പോയല്ലോ, എല്ലാം തകർന്നു പോയല്ലോ, അനർത്ഥം നീ ഭയപ്പെടേണ്ട. മാത്രവുമല്ല, വചനത്തിലൂടെ നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. സ്നേഹിക്കാൻ നീട്ടുന്ന നിന്റെ കരങ്ങളുണ്ടല്ലോ, സഹായിക്കാൻ ഉയർത്തുന്നതിന്റെ കരങ്ങളുണ്ടല്ലോ, ആശ്വസിപ്പിക്കാൻ നീട്ടുന്നതിന്റെ കരങ്ങളുണ്ടല്ലോ, ആ കരം ദുർബലമാകാതിരിക്കട്ടെ. അനർത്ഥങ്ങൾ എന്തും വന്നുകൊള്ളട്ടെ, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. കാരണം നമ്മെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം അത്യധികം സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷിക്കുകയാണ്. ദൈവത്തിന്റെ പകരക്കാരായി ഭവനങ്ങളിലും സമൂഹങ്ങളിലും സംഘടനകളിലും ഒക്കെ ദൈവത്തിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം പങ്കിട്ടുകൊണ്ട് നടക്കുന്ന ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് ദൈവമായ കർത്താവ് സന്തോഷിക്കുകയാണ്. നമ്മോട് അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത്, അനർത്ഥങ്ങളെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ മധ്യേ ഞാനുണ്ട്. നീ ജോലി ചെയ്യാൻ പോകുമ്പോൾ, നീ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ, നീ പഠിക്കാനിരിക്കുമ്പോൾ, നീ കളിമുറ്റത്തേക്ക് പോകുമ്പോൾ, നീ കളിയരങ്ങിൽ അഭിനയിക്കുമ്പോൾ, നീ കളിയരങ്ങിൽ വ്യാപരിക്കുമ്പോൾ, നീ ചിറകുകൾ കെട്ടുമ്പോൾ, നീ കൈകൾക്ക് മുദ്ര കൊടുക്കുമ്പോൾ നിന്റെ കൂടെ ഞാനുണ്ട്. വ്യക്തമായിട്ട് പറയുകയാണ്, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. 2-3 പേർ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട്. കർത്താവിന്റെ വാഗ്ദാനമാണത്. 2-3 പേർ പ്രാർത്ഥിക്കുവാൻ എന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്നാൽ ഞാൻ അവരുടെ മധ്യയുണ്ട്. സെഫാനിയുടെ പുസ്തകത്തിലൂടെ 3-ാം അധ്യായം 16-ാം തിരുവാക്യത്തിലൂടെ നമ്മൾ പറയുന്നു, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അലറി വരുന്ന അനർത്ഥങ്ങൾ നീ ഭയപ്പെടേണ്ട. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ പ്രവർത്തികളിൽ നിന്ന് നീ പിന്തിരിയാതിരിക്കുക. നിന്നെ കുറിച്ച് അതിയായി ഞാൻ സന്തോഷിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ വചനം നമ്മുടെ ജീവിതത്തിലെ ശക്തി കേന്ദ്രമായി മാറട്ടെ. ആരൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പരമമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ജീവിക്കുന്നില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി നൽകേണ്ടത് ദൈവത്തിന് പ്രഥമമായ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. ദൈവാരാധനയ്ക്ക് പ്രഥമമായ സ്ഥാനം കൊടുക്കണം. ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഒന്നാമതായി ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എന്റെ മക്കളോട് ഞാൻ പറയുന്നത്, ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും പ്രഥമമായ സ്ഥാനം നമ്മൾ കൊടുക്കണം. ദൈവത്തിനും ദൈവികമായ കാര്യങ്ങൾക്കും പ്രഥമമായ സ്ഥാനം കൊടുത്തിട്ടുള്ള വിശുദ്ധയായിരിക്കുന്ന ഒരു പുണ്യവതി എന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ റീത്ത, ഒരു ഇറ്റലിയില് ഫ്രാൻസിസ് അസീസി പിടിവാനും അതുപോലെ തന്നെ പ്രസിദ്ധരായിരിക്കുന്ന ധാരാളം വിശുദ്ധന്മാരൊക്കെ കടന്നു വന്ന ഇറ്റലിയിലെ ഒരു കൊച്ചു കർഷക കുടുംബത്തിലാണ് വിശുദ്ധ റീത്ത ജനിക്കുന്നത്, വളരുന്നത്, പുഷ്പിതമായി തീരുന്നത്. വിശുദ്ധ റീത്ത എഴുതുകയാണ്, നിങ്ങളുടെ ക്ലേശങ്ങളും സഹനങ്ങളും ആ ഭാരം മുഴുവൻ നീ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് വഹിക്കും. ഒരിക്കൽ അവിടുന്ന് ഭാരമേറിയ കുരിശ് ചുമന്ന പോലെ നമ്മുടെ കൊച്ചു കുരിശുകളും നമ്മുടെ ഭാരങ്ങളും വഹിക്കാൻ അവൻ എപ്പോഴും തയ്യാറാണ്. നിന്റെ സഹനങ്ങളും നിന്റെ ക്ലേശങ്ങളും നീ യേശുനാഥനിൽ സമർപ്പിക്കുക. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഭാരമേറിയ കുരിശ് ചുമന്നതുപോലെ നമ്മുടെ ജീവിത ഭാരത്തിന്റെ ക്ലേശങ്ങൾ, കുടുംബ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, നമ്മുടെ ആത്മീയമായ നൊമ്പരങ്ങൾ, അവയെല്ലാം സഹിക്കാൻ നമ്മുടെ കൂടെ നിൽക്കാൻ കർത്താവ് ഉണ്ടാകുമെന്ന് വിശുദ്ധ റീത്ത പുണ്യവതി നമ്മോട് പറയുകയാണ്.
മരിച്ചിട്ട് 559 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ വിശുദ്ധയുടെ ശരീരം അഴുകാതിരിക്കുകയാണ്. അവൾ ധരിച്ച വസ്ത്രത്തിന് ഇന്നും കേടുകൂടാതിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വാക്കുകളിലും സംസാരങ്ങളിലും പ്രവർത്തികളിലും ദൈവത്തിന് പ്രഥമമായ സ്ഥാനം കൊടുത്തുകൊണ്ടാണ്. ഒരിക്കൽ കാസിയ എന്ന് പറയുന്ന ദൈവാലയത്തിൽ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പാപത്തെക്കുറിച്ചും പാപകരമായ ജീവിതം വിട്ടുപേക്ഷിക്കാൻ റീത്ത തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആ തിരുത്തലയിൽ മുൾമുടി തളച്ചിരിക്കുന്ന ആ മുള്ളിന്റെ ഒരു ഓർമ്മ എനിക്ക് തരാൻ പ്രാർത്ഥിക്കുന്ന നിർമ്മലമായ ആഗ്രഹത്തോടെ ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം സാധിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധയായ റീത്തയ്ക്ക് നെറ്റിത്തടത്തിൽ യേശുവിന്റെ മുൾമുടിയുടെ ഒരു മുള്ളിന്റെ ഒരു മുറിവുണ്ടാക്കി കൊടുത്തു എന്നാണ് ജീവചരിത്രത്തിൽ വായിക്കുന്നത്. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നുവെന്ന്. ചില സമയങ്ങളൊക്കെ പഴുക്കുമായിരുന്നു, പഴുത്ത് ചിലപ്പോൾ പുഴുക്കൾ വരുമായിരുന്നു, പക്ഷെ ആർക്കും ദുർഗന്ധങ്ങൾ അനുഭവപ്പെടുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് സ്നേഹത്തിന്റെ ഓർമ്മയായിട്ട് വിശുദ്ധ റീത്ത തന്റെ നെറ്റിത്തടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ വിശുദ്ധ റീത്ത പനി പിടിച്ചു കിടക്കുന്ന സമയത്ത് പൂക്കളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അവൾ തന്റെ സമീപത്തിൽ വന്ന സഹോദരി പറഞ്ഞു തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറിച്ചു കൊണ്ടുവരുവാനായിട്ട്. നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂവും കാണാനില്ല. അവൾ പറഞ്ഞു നമ്മൾ പഴയത് താമസിക്കുന്ന ആ പൂന്തോട്ടത്തിൽ പോയി നോക്കുവാനായിട്ട്. പൂക്കൾ ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിൽ ആ റോസ് തോട്ടത്തിൽ ചെന്നപ്പോൾ ഒരു റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത്. അവൾ അത് പറിച്ചുകൊണ്ട് കൊടുത്തു. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ മുൾമുടിയിലെ ഒരു റോസാപ്പൂവായിട്ട് എന്നെ മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, എന്നും ആ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പനിനീർ പുഷ്പങ്ങൾ ആസ്വദിച്ചു കൊടുക്കുന്നത് ഒരു പതിവായി മാറി. ദൈവം ഒരു വിശുദ്ധയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സമയമല്ലാതിരുന്ന സമയത്തും പൂക്കൾ വിരിയിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കാൻ തിരുസഭയിൽ അസാധ്യകാരിയുടെ മധ്യസ്ഥനായി വിശുദ്ധ യൂദാ തദേവൂസിനെ വണങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ റീത്ത പുണ്യവതിയെ തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവീകമായ കാര്യങ്ങൾക്ക് പ്രഥമമായ സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവത്തിന് പ്രഥമമായ സ്ഥാനം കൊടുക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ ദൈവം നമുക്ക് സാധിപ്പിച്ചു തരാണ്. അസാധ്യതകളിൽ സാധ്യത പ്രവർത്തിക്കുന്നവനാണ് ദൈവമെന്ന് വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലൂടെ നമുക്ക് വെളിച്ചം പകരുകയാണ്. ഇന്നേ ദിവസം ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനും ദൈവികമായ കാര്യങ്ങൾക്കും പ്രഥമമായ സ്ഥാനം കൊടുക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ഞാൻ ഓർക്കുകയാണ്. ഒരു വെള്ളിയാഴ്ചയായാൽ, പ്രത്യേകിച്ച് ഒരു ആസാദി വെള്ളിയാഴ്ചയായാൽ വീട്ടിൽ നിന്നും ഇറങ്ങുകയായി ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ഒന്ന് കുമ്പസാരിക്കുവാൻ, ദിവ്യകരുണ സ്വീകരിക്കുവാൻ, ആരാധന സംബന്ധിക്കാൻ 10,000-കണക്കിന് ദൈവജനം ജെറൂസലം വചനക്കൂടാരത്തിൽ വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് സ്വർഗത്തിന് എന്തുമാത്രമാണ് സന്തോഷം. 10,000-കണക്കിന് മക്കളാണ് ഓരോ വെള്ളിയാഴ്ചകളിലും വൈദികരുടെ വെഞ്ചിരിപ്പും ആശീർവാദവും റൂഷ്മ സ്വീകരിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത് കണ്ട് പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് പ്രഥമമായ സ്ഥാനം കൊടുക്കണം. ഒരു ദിവസം ഞാൻ ഓർത്തു പോകുകയാണ്, ജെറൂസലം വചനക്കൂടാരത്തിലേക്ക് നടക്കുവാൻ സാധിക്കാതെ ഒരു വണ്ടിയിൽ കയറി ഒരു രോഗിയായ ഒരു മകൾ വന്നിരിക്കുകയാണ്. അവൾ പറയുകയാണ്, എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. തിരക്കിനിടയിൽ വരാൻ സാധിക്കില്ല ഫാദർ. ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ച് സഹോദരിയുടെ ഒപ്പം ആ നടക്കുവാൻ സാധിക്കാത്ത സഹോദരി വന്ന് മാതാവിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി കണ്ണുനീർ പൊഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേക മക്കൾക്ക് സൗഖ്യമുണ്ടാകാൻ വേണ്ടിയിട്ട്, എന്നെ പോലെ വേദനിക്കുന്ന, നടക്കാൻ സാധിക്കാതെ കട്ടിലിൽ മാത്രം കഴിയുന്ന
അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന സമയത്ത് എന്നെ കാണുവാനായിട്ട് അവിടെ കാത്തു നിന്നു. വരുന്ന സമയത്ത് ഞാൻ കടന്നു ചെന്ന് കയ്യിൽ നിന്ന് അകത്തുപോയി ഒരു ജപമാല എടുത്ത് ആസ്വദിച്ച് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിന്റെ സഹനങ്ങൾ ധാരാളം മക്കളുടെ ആത്മവിശുദ്ധീകരണത്തിനും പാപക്ഷമയ്ക്കും വേണ്ടി കാഴ്ച കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്രയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ധാരാളം മക്കൾ, രോഗികള്, സമ്പന്നര്, ദരിദ്രര്, ആരോഗ്യമുള്ളവര്, ശുശ്രൂഷകര്, പ്രേക്ഷിതര്, ധാരാളം മക്കൾ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത്. വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. തിരുസഭയുടെ ഒന്നാമത്തെ മാർപ്പാപ്പയായിരിക്കുന്ന വിശുദ്ധ പത്രോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 10-ാം തിരുവാക്യത്തിൽ എഴുതുകയാണ്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല നാളുകൾ കാണുവാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിന്റെ അധരത്തെയും നീ കാത്തു സൂക്ഷിക്കണം. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിന്റെ അധരത്തെയും നീ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ വിശുദ്ധ പത്രോസ് ശ്ലീഹയ്ക്ക് നന്നായിട്ട് അറിയാം, ദൈവത്തിന്റെ വലിയ സാക്ഷിയായി തന്ന പത്രോസ് ശ്ലീഹ ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഒരിക്കൽ യേശുവിനെ മാറ്റി നിർത്തി തന്റെ ജീവിതത്തിൽ നിന്ന്. പിന്നീട് യേശു തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, പരിശുദ്ധാൽ കടന്നു വന്നപ്പോൾ ഒരു ആത്മീയ കൊടുങ്കാറ്റായിട്ടാണ് പത്രോസ് ശ്ലീഹ മുന്നോട്ട് നീങ്ങുന്നത്. യേശുവിനെ പോലെ വചനം പ്രഘോഷിക്കാൻ, യേശുവിനെ പോലെ മരിക്കാൻ, യേശുവിനെ പോലെ ജീവിക്കുന്ന കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠ ശിഷ്യനായി മാറുകയാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹയാണ് പറയുന്നത്, നിനക്ക് നിന്റെ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസം കാണുവാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജത്തിൽ നിന്ന് അധരത്തെയും നീ കാത്തു സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നാവിനെ നീ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നാവ് ഒരേ സമയം അത് അനേക മക്കളെ നശിപ്പിക്കാനും അതേസമയം അനേക മക്കളെ ഉയർത്താനും സാധിക്കും. ഒരു നല്ല വാക്ക് ഒരാളോട് പറഞ്ഞാൽ അത് ജീവിതത്തിൽ എന്നും മറക്കാത്ത അനുഭവമായിരിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആദ്യമായി പ്രഭാഷണത്തേക്ക് കടന്നു വരുന്ന 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സാറ് കരഞ്ഞ് ഞാൻ പ്രസംഗപ്പെടുന്ന ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പതുക്കിനെ തട്ടിയിട്ട്, എന്തിനാ ഡേവിസ് ഇത്ര വിഷമിക്കുന്നത്? നിനക്ക് നന്നായിട്ട് പറയാൻ സാധിക്കുമല്ലോ, എന്തിനാ ഭയപ്പെടുന്നത്? അടുത്ത പ്രാവശ്യം നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചുമലിൽ തട്ടി എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു ഭാസ്കരൻ മാസ്റ്ററെ ഞാൻ ഓർക്കുന്നുണ്ട്. കരഞ്ഞ് പ്രലപിച്ച് ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ വരുന്ന അനേക മക്കളുടെ കൈക്ക് പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മോളെ വിഷമിക്കാതിരിക്കുക, ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ആതുര കേന്ദ്രം കടന്നു ചെല്ലുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചോ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ നീട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് യേശുവിന്റെ നാമത്തിൽ നിനക്കിത് സഹിക്കുവാനും ഈ സഹനത്തിലൂടെ അനേകം ആൾക്കാർ രക്ഷ പ്രാപിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോയ എത്രയെത്ര സന്ദർഭങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ദൈവത്തിന് പരമമായ സ്ഥാനം കൊടുക്കണം. നാവിനെ തിന്മയിൽ നിന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കണം. 2, വ്യാജ്യം പറയുന്നതിൽ നിന്ന് അധരത്തെയും. നുണ പറയരുത്. മറ്റൊരുവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന, വേദനപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഈശോ നമ്മോട് പറയുന്നു, ദൈവത്തിന് ദൈവിക കാര്യങ്ങൾക്കും പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിനായി നീ സമയം കൊടുത്താൽ എൻ്റെ ജീവിതത്തിൽ നിന്നെ ഒരിക്കലും വിസ്മരിക്കുകയില്ല. നമ്മൾ ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത വ്യക്തികളായി തീരുവാൻ ദൈവത്തിന്, കർത്താവിന് പ്രഥമമായ സ്ഥാനം കൊടുക്കുകയും ദൈവികമായ കാര്യങ്ങൾക്ക് സമയം കൊടുക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത വ്യക്തികളും കുടുംബങ്ങളും തറവാടും സ്ഥാപനങ്ങളും വ്യാപാരങ്ങളുമായി നമ്മുടേത് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങേക്ക് വേണ്ടി ചെലവഴിച്ച സമയങ്ങളും അങ്ങയുടെ വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ജപമാല ചെല്ലുവാനും കുടുംബ പ്രാർത്ഥന ചെല്ലുവാനും വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുവാനും നീ തന്ന എല്ലാ അവസരങ്ങളെയും സമയങ്ങളെയും ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും സമയം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും ആവശ്യമായ കൃപയും വരവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം